Earn Marks, your perfect learning partner. ഹായ് ഹലോ എവ്രി വൺ. പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്തെത്താറായില്ലേ? അപ്പം നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്ന് ടൈറ്റ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ സോഷ്യോളജിയുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു PYQ ഡിസ്കഷൻ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഒത്തിരി ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. ഇപ്പൊ റെഡിയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളും എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് വെച്ചോളൂ. നമ്മളിപ്പം ഇന്ന് ഈ ഒരു ക്ലാസ്, ഒരു കംപ്ലീറ്റ് സെഷൻ PYQ ഡിസ്കഷന് വേണ്ടി വിട്ടുകൊടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു PYQ ഡിസ്കഷനിലേക്ക് കിടക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ലൈവ് സെഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കാൻ നിങ്ങൾക്ക് സമയം തരാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. എങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു 2 മിനിറ്റ് ഞാൻ തരും, ഒരു 2 സെക്കൻഡ് ഞാൻ തരും. നിങ്ങൾ അപ്പോഴത്തേക്കും മനസ്സിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി വെക്കണം. എന്നിട്ട് നമുക്കത് കമ്പയർ ചെയ്യാം, ശരിയാണോ അല്ലയോ എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ എല്ലാ ചോദ്യ പേപ്പറിലും ഇതുപോലെ തന്നെ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. ഒരു ചോദ്യം ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഒരു ചോദ്യം ഉണ്ടാകും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് എടുക്കണം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. വിച്ച് among the following is a feature of a community? ഒരു കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് തോന്നുന്നത്? It is associated with a definite territory, sense of belongingness is stronger, it's a concrete entity, all of the above. ഏതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതായിരിക്കും? all of the above എന്ന് പറഞ്ഞാൽ മുകളിലെ 3 എണ്ണമാണോ അതോ ഏതെങ്കിലും ഒരെണ്ണമാണോ? ഉത്തരം പറയട്ടെ, എന്താണത്? ഓൾ ഓഫ് ദി എബവ്, മുകളിലെ എല്ലാം സമൂഹത്തിന്റെ സവിശേഷതകളാണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് ടെറിട്ടറി, ഒരു ടെറിട്ടറി ഉണ്ടാവും. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് സ്ട്രോങ്ങർ ആണ്, കോൺക്രീറ്റ് എൻറ്റിറ്റി ആണ്. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബവ് ആണ് ഉത്തരം. ഇനി അടുത്തതിലേക്ക് പോവാം. ഉത്തരം കാണുന്നുണ്ട് അല്ലേ? കാണിക്കില്ല. ഇനി ശ്രദ്ധിക്കാമേ. Society refers to the sum total of dash existing between individuals. Society refers to the sum total of dash existing between individuals. Society എന്താണ്? The sum total of relationship ആണോ, institution ആണോ, association ആണോ, communities ആണോ? എന്താണ് ഉത്തരം? റിലേഷൻഷിപ്സ് ആണ് ഉത്തരം. ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ നിലകൊള്ളുന്ന ബന്ധങ്ങളുടെ ഒരു ആകത്തുകയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ മൊത്തമാണ് സമൂഹം. ഓക്കെ, സോ ഫീച്ചർ ഓഫ് സോഷ്യൽ സൊസൈറ്റി അക്കോർഡിംഗ് ടു മാർക്സ്. കാൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യലിസ്റ്റ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? ഐഡിയൽ സൊസൈറ്റി, നോ ക്ലാസസ്, നോ സ്ട്രഗിൾ, അതോ ഓൾ ഓഫ് ദി അബവ് ആണോ? ടിക് 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 ടിക്, ഏതാണ് ഉത്തരം? നോക്കാം. ഓൾ ഓഫ് ദി അബവ്, ഐഡിയൽ സൊസൈറ്റി ആണ്. ക്ലാസ് ഇല്ല, ക്ലാസിന്റെ വിവേചനം, തട്ടുകളുടെ അങ്ങനെ ഒരു വിവേചനം ഇല്ല, സ്ട്രഗിൾസ് ഇല്ല. ഇതാണ് കാൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഐഡിയൽ സോഷ്യലിസ്റ്റ് സൊസൈറ്റിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാർക്സിന്റെ അഭിപ്രായത്തിൽ സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ വർഗഭേദവും സംഘർഷവും ഇല്ല. ഐഡിയൽ സൊസൈറ്റിയാണ്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയില്ലേ, കറക്റ്റ് എല്ലാം പക്കയായിട്ടുള്ള ഒരു കണ്ടീഷൻ, പക്കയായിട്ടുള്ള ഒരു സൊസൈറ്റി. വർഗഭേദമില്ല, സംഘർഷങ്ങളില്ല, പ്രശ്നങ്ങളില്ല. അതാണ് കാൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ ഫെയിൽസ് ടു അഡ്ജസ്റ്റ് ടു മെറ്റീരിയൽ ചേഞ്ച്. എന്താണ്? നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൾച്ചർ മെറ്റീരിയൽ ചേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവത്തെ എന്താണ് നമ്മൾ പറയുക? ഡിഫ്യൂഷൻ ആണോ, അക്കൾച്ചറേഷൻ ആണോ, കൾച്ചറൽ ലാഗ് ആണോ, ഐസൊലേഷൻ ആണോ? ഇറ്റ്സ് കൾച്ചറൽ ലാഗ്. വെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ ഫെയിൽസ് ടു അഡ്ജസ്റ്റ്, നോൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൾച്ചർ പുതിയ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് വരാൻ പറ്റാത്തതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അഭൗതിക സംസ്കാരം ഭൗതിക മാറ്റങ്ങളോട് പൊരുത്തപ്പെടാതിരിക്കുക എന്നുള്ളതാണ് കൾച്ചറൽ ലാഗ്. ഓക്കെ, അടുത്ത ചോദ്യം. Elections are political communication between people.
പൊളിറ്റിക്കൽ പാർട്ടീസ്, ഗവൺമെന്റ് ആൻഡ് ദി ഗവേൺഡ്, നൺ. എന്താണ് എലക്ഷൻസ് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹൂം ആണ്? ഗവൺമെന്റ് ആൻഡ് ദി ഗവേൺഡ്. ഓക്കെ ആണോ? എലക്ഷൻസ് എന്ന് പറയുന്നത് ഇസ് എ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ദി ഗവേൺഡ്. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ആശയവിനിമയമാണ് തിരഞ്ഞെടുപ്പ്. അല്ലാണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണോ എലക്ഷൻ? അല്ല. രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ളതാണോ? നമ്മൾ ശരിക്കും അങ്ങനെയാണെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ഗവൺമെന്റും ഗവേൺഡും ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയമാണ്, രാഷ്ട്രീയ ആശയവിനിമയമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം, ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് അർബൻ സൊസൈറ്റി. അർബൻ സൊസൈറ്റിയുടെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണ്? മാരേജ് ആണോ, കിൻഷിപ്പ് ആണോ, അനോണിമിറ്റി ആണോ, പേഴ്സണാലിറ്റി ആണോ? ഇതൊക്കെ സിമ്പിൾ സാധനമാണ്. നിങ്ങൾ എന്തായാലും ഉത്തരം മനസ്സിൽ ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവണം. അർബൻ സൊസൈറ്റിയുടെ ഫീച്ചർ, ഇമ്പോർട്ടന്റ് ഫീച്ചർ ഏതാണ്? കല്യാണമാണോ, കിൻഷിപ്പ് ആണോ, അനോണിമിറ്റി ആണോ? അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതിരിക്കുന്ന അവസ്ഥ, അതാണോ? അറിയാതിരിക്കുന്ന അവസ്ഥയിൽ കുറച്ചും കൂടി ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതോ പേഴ്സണാലിറ്റി ആണോ? അനോണിമിറ്റി ആണ് ഉത്തരം. നഗര സമൂഹത്തിന്റെ പ്രധാന സവിശേഷത അനാമികതയാണ്. നമ്മളെ ആർക്കും അറിയാതിരിക്കുക, അവരെ അവർക്ക് നമ്മളെ അറിയാതിരിക്കുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ അപ്പുറത്തുള്ളവരെ വരെ നമ്മുടെ അയൽവക്കമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ ഒരു നഗരത്തിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരാളുടെയൊക്കെ പേരറിഞ്ഞാലേ ഇതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല. അപ്പം അതാണ് അർബൻ സൊസൈറ്റിയുടെ സവിശേഷത, അനോണിമിറ്റി. വാക്കോർത്ത് വെക്കാം. ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ഫോർ എ സ്പെസിഫിക് ഗോൾ. എന്താണ് ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ഫോർ എ സ്പെസിഫിക് ഗോൾ? എന്താണ്? അസോസിയേഷൻ ആണോ, സൊസൈറ്റി ആണോ, കമ്മ്യൂണിറ്റി ആണോ, നെയ്ബർഹുഡ് ആണോ? ഇറ്റ്സ് അസോസിയേഷൻ. പ്രത്യേക ലക്ഷ്യത്തിനായി രൂപീകരിക്കുന്നത് എന്താണ്? അസോസിയേഷൻ ആണ്. ഇമാജിനറി കിൻ റിലേഷൻഷിപ്സ് ആർ കോൾഡ് കോൺസാങ്വിനൽ, അഫിനൽ, ഫിക്റ്റീവ് ഓർ നൺ? Imaginary kin relationships are called consanguinal, affinal, fictive, none. ഏതാണ്? ഉത്തരം ഫിക്റ്റീവ് ആണ്. സാങ്കല്പിക ബന്ധങ്ങൾ. നമ്മൾ ഫിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഫിക്ഷൻ മൂവീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫിക്ഷൻ മൂവീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? സാങ്കല്പികമായിട്ടുള്ള. അപ്പം ഇമാജിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കല്പികമായിട്ടുള്ള. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറയും നമ്മൾ. അതായത് സാധ്യതയുണ്ട് അത് നടക്കാൻ, പക്ഷെ ഒരിക്കലും സയൻസ് ഫിക്ഷൻ അത് ഇന്നത്തെ ഇപ്പൊ മാർവൽ മൂവീസ് ഒക്കെ സയൻസ് ഫിക്ഷൻ ആണ്. അയൺമാൻ, ബാറ്റ്മാൻ മാർവൽ അല്ലാന്ന് തോന്നുന്നില്ലേ, മച്ചറിഞ്ഞു. അയൺമാൻ, സ്പൈഡർമാൻ, തോർ, ഇതൊക്കെ എന്താണ്? സയൻസ് ഫിക്ഷൻ മൂവീസ് ആണ്, അല്ലെങ്കിൽ ഫിക്ഷൻ ആയിട്ടുള്ള മൂവീസ് ആണ്. അപ്പം ഇതില് ഇമാജിനറി ആണ്, അത് റിയൽ ആണോ? അല്ല. അപ്പം ഇമാജിനറി ആയിട്ടുള്ള കിൻ റിലേഷൻഷിപ്പ് ഇസ് കോൾഡ് ഫിക്റ്റീവ് കിൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കിൻഷിപ്പ്. ഓക്കെ. ഫാദേഴ്സ്, ബ്രദേഴ്സ്, വൈഫ് എക്സെട്ര ബിലോങ് ടു പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേഴ്സറി ആണോ, അതോ കസിൻസ് ആണോ? ഫാദറിന്റെ ആങ്ങളയുടെ ഭാര്യ ബിലോങ് ടു പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേഴ്സറി ആണോ, അതോ കസിൻ ആണോ? എന്തായിരിക്കും? സെക്കൻഡറി ആണ് അല്ലേ. അച്ഛൻ്റെ അനിയന്റെ ഭാര്യ, ആന്റി, സെക്കൻഡറി റിലേഷൻഷിപ്പ് ആണ്. ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു 2001 സെൻസസ്, 2001 സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് ഏതാണ്? എത്രയാണ്? ഇറ്റ് ഈസ് 64%. 64% ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് അക്കോർഡിംഗ് ടു 2001 സെൻസസ്. ഇനി അടുത്ത ചോദ്യം, ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഇൻ ഇന്ത്യ എപ്പോഴാണ് വന്നത്? 1967. 1967 ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഇൻ ഇന്ത്യ വന്നിട്ടുള്ളത്, ആദ്യത്തെ വിദ്യാഭ്യാസ നയം. ഹയസ്റ്റ് ലിറ്ററസി സ്റ്റേറ്റ് 1991 സെൻസസ് അനുസരിച്ച്. നിങ്ങളുടെ ഊഹം ശരിയാണോ? ഒറീസയാണോ, ബീഹാറാണോ, കേരളയാണോ, കർണാടകയാണോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് ശരിയാണോ? ഹയസ്റ്റ് ലിറ്ററസി സ്റ്റേറ്റ്, ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ കേരളമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് കേരളത്തിലാണ്. ഇപ്പം 4 ഓപ്ഷൻ ഉണ്ട്. ഇൻകറക്റ്റ് അബൌട്ട് ക്ലാസ് സിസ്റ്റം. ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ ചിലത്, ഇതൊന്ന് അല്ലെങ്കിൽ ചിലത് തെറ്റാണ്. ക്ലാസ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തി. നോൺ ഹെറിഡിറ്ററി ആണോ? ഡസ് നോട്ട് പെർമിറ്റ് മൊബിലിറ്റി. എൻഡോഗമി നോട്ട് സ്ട്രിക്റ്റ്. അച്ചീവ്മെന്റ് ഇമ്പോർട്ടൻറ്റ്. ഏതായിരിക്കും? ഡസ് നോട്ട് പെർമിറ്റ് മൊബിലിറ്റി ആണ്
ക്ലാസ് സിസ്റ്റത്തിന്റെ ഫീച്ചർ അല്ലാത്തത്? നോൺ ഹെറിഡിറ്ററി അല്ല, ആണ് നോൺ ഹെറിഡിറ്ററി ആണ് ക്ലാസ് സിസ്റ്റം. എൻഡോഗമി സ്ട്രിക്റ്റ് അല്ല, അവിടെ അച്ചീവ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് മൊബിലിറ്റി. ഇറ്റ് ഡസ് പെർമിറ്റ് മൊബിലിറ്റി, അത് മൊബിലിറ്റി പെർമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? വർഗവ്യവസ്ഥയിൽ സാമൂഹിക ചലനം സാധ്യമാണ്. നമ്മൾ പറഞ്ഞു, ഒരു ക്ലാസ്സിൽ നിന്ന് അപ്പർ ക്ലാസ്സിൽ നിന്ന് പൂർ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽ നിന്ന് അപ്പർ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും, മൊബിലിറ്റി ഉണ്ട് അല്ലേ? ഓക്കെ. റൂൾസ് ആൻഡ് നോംസ് ലേഡ് ബൈ സൊസൈറ്റി. ലോസ് ആണോ, മോസ് ആണോ, കസ്റ്റംസ് ആണോ, ട്രഡീഷൻസ് ആണോ? റൂൾസ് ആൻഡ് നോംസ് സെറ്റിൽഡ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ബൈ ദി, ലേഡ് ഡൗൺ ബൈ ദി സൊസൈറ്റി. ലോസ് ആണോ, മോസ് ആണോ, കസ്റ്റംസ് ആണോ, ട്രഡീഷൻസ് ആണോ? എന്താണ്? മോസ് ആണ്. മോസ് ആണ്. സമൂഹത്തിന്റെ ശക്തമായ മാനദണ്ഡങ്ങൾ എന്താണ്? മോർസ് ആണ്. ടേംസ് കോയിൻഡ് ബൈ ഫെർഡിനാൻഡ് ടോണീസ്. ടേംസ് കോയിൻഡ് ബൈ ഫെർഡിനാൻഡ് ടോണീസ് എന്താ നോക്കാം. ബൊർഗിയോസ്, ജെയിംസ് ക്രാഫ്റ്റ്, ഗസൽസ് ക്രാഫ്റ്റ്, ബോത്ത് ബി ആൻഡ് സി. വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഏതായിരിക്കും? ഫെർഡിനാൻഡ് ടോണീസ് ചെയ്തിട്ടുള്ളത് ബോത്ത് ബി ആൻഡ് സി, ഗെമിൻസ് ക്രാഫ്റ്റ് ആൻഡ് ഗസൽസ് ക്രാഫ്റ്റ്. ഇതാണ്, ഈ രണ്ട് ടേംസ് ആണ് ഫെർഡിനാൻഡ് ടോണീസ് എന്ത് ചെയ്തിട്ടുള്ളത്? കോയിൻ ചെയ്തിട്ടുള്ളത്. മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ഇന്ത്യ. ഇന്ത്യയിലുള്ള മേജർ ഇഷ്യൂ ഏതാണ്? ഇല്ലിറ്ററസി ആണോ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണോ, ഡൗറി ആണോ, ആൽക്കഹോളിസം ആണോ? എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ, അതായത് വളർന്നുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, പക്ഷേ നമ്മുടെ പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പം അത് തന്നെയാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറയും. ഇല്ലിറ്ററസി അല്ല, ഡൗറി അല്ല, ആൽക്കഹോളിസം അല്ല, എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഡൗറിയും നെപ്പോട്ടിസം എന്തിന്റെ ഫോംസ് ആണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, പ്രൊഫഷണൽ. ഏതാണ്? സോഷ്യൽ കറപ്ഷൻ. സോഷ്യൽ കറപ്ഷൻ സാമൂഹിക തിന്മകളുടെ ഒരു ഫോമാണ് ഡൗറിയും നെപ്പോട്ടിസം ഒക്കെ. ഓക്കെ അല്ലേ? അടുത്തത് സാമൂഹിക തിന്മകളിൽ സാമൂഹിക അഴിമതിയുടെ, കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്, അതിന്റെ ഫോംസ് ആണ് എന്തൊക്കെ? ഡൗറിയും നെപ്പോട്ടിസവും. കോണ്ടെക്സ്ച്വൽ ഫീൽഡ് വ്യൂ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. കോണ്ടെക്സ്ച്വൽ അല്ലെങ്കിൽ ഫീൽഡ് വ്യൂ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്താണ്? ജതി, വർണ്ണ, കാസ്റ്റ്, നൺ ഓഫ് ദി അബവ്. എന്താണ് ഉത്തരം? ജതിയാണ്, ജാതിയാണ്. ജതി എന്ന് അവർ എഴുതി വെച്ചേക്കുന്നതാണ്, ഞാൻ വായിച്ചാൽ തെറ്റിപ്പോയി, അത് ജാതി ആയിരിക്കണം കേട്ടോ. കോണ്ടെക്സ്ച്വൽ ബാർ ഫീൽഡ് വ്യൂ ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഇംഗ്ലീഷിൽ എഴുതുന്നതിൽ തെറ്റുകൾ വരുത്താം, നമ്മൾ വായിക്കുന്നതിൽ തെറ്റുകൾ വരാം. ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് വന്നതുപോലെ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്യാം. ജാതി, വർണ്ണം, കാസ്റ്റ്, നൺ. ഏതായിരിക്കും? ജാതിയാണ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ യാഥാർത്ഥ്യ രൂപം എന്താണ്? ജാതിയാണ്. അവരെങ്ങനെ എഴുതണമായിരുന്നു അല്ലേ? ജാതി ഇങ്ങനെ എഴുതണ്ടേ, എന്നാലേ നമുക്ക് ജാതി എന്ന് വായിക്കാൻ പറ്റുള്ളൂ. മലയാളികൾ അങ്ങനെയല്ലേ വായിക്കാം? നമ്മളിനി അടുത്ത് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അടുത്തത്, ഡാനിയൽ സ്റ്റഡീഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ. ഡാനിയൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എവിടെയാണ് പഠിച്ചത്? ബ്രിട്ടനിലാണോ, ഫ്രാൻസിലാണോ, ഇന്ത്യയിലാണോ, സൗത്ത് ആഫ്രിക്കയിലാണോ? എവിടെയായിരിക്കാനാണ് സാധ്യത? സൗത്ത് ആഫ്രിക്കയിലാണ്. കാരണം അവിടെയാണ് ഏറ്റവും അധികം ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്. നമുക്കറിയാം, കറുത്ത വംശജര് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ കമ്പയർ ചെയ്ത് പറയുമായിരുന്നു, അവർക്ക് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല. നമ്മളോട് എന്താണ് നമ്മുടെ പാരൻസ് ഒക്കെ പറയാം? ആഫ്രിക്കയിലെ കുട്ടികൾ പട്ടിണി കിടക്കുകയാണ് അല്ലേ, അങ്ങനെ പറയാറില്ലേ? അപ്പം അത് അവിടെ തന്നെയാണ്. ആ പട്ടിണി എന്തിൽ നിന്ന് വരുന്നതാണ്? ഈ ജാതി വ്യവസ്ഥയുടെ ഡിസ്ക്രിമിനേഷന്റെ ഭാഗത്തുനിന്ന്, മാറ്റി നിർത്തപ്പെടലിന്റെ ഒക്കെ ഭാഗത്തു നിന്നാണ് ഇതൊക്കെ വരുന്നതെന്നും കൂടെ ഓർത്ത് വെക്കുക. ഇനി സൊസൈറ്റി അണ്ടർസ്റ്റുഡ് ബൈ കമ്പാരിസൺ വിത്ത്. സൊസൈറ്റി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദി കമ്പാരിസൺ വിത്ത്. പീപ്പിൾ ആണോ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, സൊസൈറ്റീസ് ആണോ? നൺ. ഏതായിരിക്കും? സൊസൈറ്റീസ് ആണ്. ഒരു സൊസൈറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? മറ്റൊരു സൊസൈറ്റിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. സിമ്പിൾ. അടുത്ത ചോദ്യം, അതിന്റെ ബാക്കി പറഞ്ഞാൽ മറ്റു സമൂഹങ്ങളുമായി താരതമ്യം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അടുത്തെന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ വില്ലേജസ്. ഉത്തരം കണ്ടു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചായത്ത് രാജ് ആണോ, ജുഡീഷ്യൽ സിസ്റ്റം ആണോ, റിസർവേഷൻ സിസ്റ്റം ആണോ, നൺ ആണോ? അതൊന്നും അല്ല എന്നുള്ളതാണോ? എന്താണ്? പഞ്ചായത്തി രാജ് ആണ്. ഓക്കെ അല്ലേ? ഗ്രാമ സ്വയംഭരണം അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആണ്
എന്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ വില്ലേജസ്. വില്ലേജുകളിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്താണ്? പഞ്ചായത്ത് രാജ്. നോട്ട് ഇന്റഗ്രൽ പാർട്ട് ഓഫ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലാത്തത് ഏത്? നോട്ട് എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കണം, ഇത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഈ നോട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇന്റഗ്രൽ പാർട്ട് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ബാക്ക്വേർഡ് ക്ലാസസ്. നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പം ഷെഡ്യൂൾ ട്രൈബ്സ് എന്നൊക്കെ ഉത്തരം കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അത് ശരിയാവാതിരിക്കാം. എന്തായിരിക്കും ഉത്തരം? കൺഫ്യൂസ് ആയാ? ഉത്തരം നോക്കാം. ഇറ്റ് ഈസ് ഷെഡ്യൂൾഡ് ട്രൈബ്. കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഇന്റഗ്രൽ പാർട്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ അതെന്താണ്? ഷെഡ്യൂൾഡ് ട്രൈബ് ആണ്. ട്രൈബൽ മൂവ്മെന്റ്സ് വേർ എഗെയിൻസ്റ്റ്. ഞാൻ നേരത്തെ എന്താ കൺഫ്യൂസ്ഡ് ആയെന്ന് ചോദിച്ചാൽ അറിയാം. ഞാൻ ഉത്തരം തന്നെ എടുത്ത് പറഞ്ഞു, എന്നിട്ട് ആകാതിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമെന്ന്. അപ്പം ഉത്തരം എന്താണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. ഇനി 15 ട്രൈബൽ മൂവ്മെന്റ്സ് വേർ എഗെയിൻസ്റ്റ്. ട്രൈബൽ മൂവ്മെന്റ്സ് വേർ എഗെയിൻസ്റ്റ് സമീന്ദാറിന് എഗെയിൻസ്റ്റ് ആയിരുന്നോ? ജാഗിർദാർസിന് എഗെയിൻസ്റ്റ് ആയിരുന്നോ? ബ്രിട്ടീഷ് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിരുന്നോ? ഓൾ ഓഫ് ദി അബവ് ആണ്. ഇതിന്റെ എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിരുന്നു ട്രൈബൽ മൂവ്മെന്റ്സ്. സമീന്ദാർ, ജാഗിർദാർ, ബ്രിട്ടീഷ് റൂൾ, ഇത് മൂന്നിനും എഗെയിൻസ്റ്റ് ആയിരുന്നു എന്ത്? ഇവരുടെ ഈ ഒരു ട്രൈബൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ്സ് നോട്ട് അലൗഡ് സാൻസ്ക്രിറ്റൈസേഷൻ. സാൻസ്ക്രിറ്റ് പഠിക്കാൻ, വായിക്കാൻ അനുമതി ഇല്ലാതിരുന്ന ഗ്രൂപ്പ്സ് ആരൊക്കെയായിരുന്നു? ബ്രാഹ്മിൻസ് ആണോ? അൺടച്ചബിൾ ആണോ? ഹൈ കാസ്റ്റ് ആണോ? ആരായിരിക്കും? ഡെഫിനറ്റ്ലി അൺടച്ചബിൾ ആണ്. സംസ്കൃതം വായിക്കാനോ പഠിക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് തൊട്ടുകൂടെ താഴ്ന്ന ജാതിയിൽ, അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന താഴ്ന്ന ജാതിയിലുള്ളവർക്കായിരുന്നു സംസ്കൃതം പഠിക്കാനൊക്കെ തടസ്സമുണ്ടായിരുന്നത്. ഇനി വില്ലേജ് ഓർ നെയ്ബർഹുഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇത് തെറ്റിക്കരുത്, ഇത് തെറ്റിക്കാൻ പറ്റൂല. വില്ലേജ് നെയ്ബർഹുഡ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? കമ്മ്യൂണിറ്റി ആണോ? സൊസൈറ്റി ആണോ? അർബനൈസേഷൻ ആണോ? അസോസിയേഷൻ ആണോ? കമ്മ്യൂണിറ്റിയുടെ ഉദാഹരണമാണ്. സൊസൈറ്റി അല്ലല്ലോ, അല്ല. വില്ലേജ് അല്ലെങ്കിൽ നെയ്ബർഹുഡ്, അയൽപക്കം, എന്തിന്റെ ഉദാഹരണമാണ്? കമ്മ്യൂണിറ്റിയുടെ ഉദാഹരണം ആണ്. Society as aggregation of individuals defined by. Society as aggregation of individual defined by ആരാണ്? Layman. Society as aggregation of individuals defined by layman. ഇനി fill in the blanks ആണ്.